അച്ഛാ, അച്ഛനിന്ന് ഓട്ടം കഴിഞ്ഞ് നേരത്തെ വരുമോ അതോ വൈകി വരുമോ? ഫോണിലൂടെ കേട്ട പൊന്നുവിന്റെ ശബ്ദത്തിൽ അലക്സിൽ ഒരു ചിരി തെളിഞ്ഞു ചുണ്ടിൽ. അയാൾ പൊന്നൂട്ടി എന്നെഴുതിയ പേരിലൊന്ന് തൊട്ട് ഫോൺ കാതൂരം ചേർത്തു. അച്ഛേ, കാതിൽ പൊന്നുവിന്റെ നീട്ടിയുള്ള സ്വരം. സോപ്പിക്ക് വേണ്ട മോളെ, കാര്യം പറ. അച്ഛനൊരു ഓട്ടം ഉണ്ട് 4 മണിക്ക്. അലക്സിന്റെ മറുപടി ശബ്ദം കേട്ടതും മറുവശത്തൊരാളുടെ മുഖം വാടിയത് ഫോണിന്റെ ഇങ്ങേ തലക്കിലിരുന്ന് അറിഞ്ഞു അലക്സ്. അച്ഛയുടെ കുട്ടിക്ക് എന്താ വേണ്ടത്? അച്ഛ വെറുതെ കള്ളം പറഞ്ഞതാ ഓട്ടം ഉണ്ടെന്ന്, പൊന്നൂട്ടിയുടെ പിണക്കം കാണാൻ. അലക്സിന്റെ മറുപടിയിൽ മറുവശത്തൊരു ചിരി ഉണർന്നത് ഹൃദയം കൊണ്ടറിഞ്ഞയാൾ ഫോൺ കട്ട് ചെയ്ത് ഷർട്ടിന്റെ പോക്കറ്റിലിട്ട് അലക്സ് തൊട്ടടുത്ത ഓട്ടോയിലെ ചന്ദ്രേട്ടന്റെ അടുത്തെത്തി. ചന്ദ്രേട്ടാ, ഞാൻ നിർത്തി വീട്ടിൽ പോവാണ്. എനിക്ക് 4 മണിക്ക് രമ ടീച്ചറുടെ ഒരു ഓട്ടം ഉണ്ട്, അവരുടെ തറവാട്ടിലോട്ട്. അത് ചേട്ടൻ പൊക്കോ. ഞാൻ ടീച്ചറോട് പറയാം. അത് ഞാൻ പൊക്കോളാടാ, നീ ചെല്ല്. കൊച്ചു തനിയല്ലേ ഉള്ളൂ. സീതയും ദേവകിയും എല്ലാം വരാൻ കുറച്ചുകൂടി വൈകുമെന്നാ നേരത്തെ വിളിച്ചപ്പോൾ ദേവകി പറഞ്ഞത്. അതുകൊണ്ട് നീ പൊയ്ക്കോ. 10-15 വയസ്സുള്ള കുട്ടിയാണ്. ഒറ്റയ്ക്ക് വീട്ടിലാക്കി പോകുന്നത് തന്നെ ശരിയല്ല. നീ വിട്ടോ, ഓട്ടം കഴിഞ്ഞിട്ട് ഞാനും എത്തിയേക്കാം. ദേവകിയോടും പറഞ്ഞേരെ അവിടെ നിൽക്കാൻ. ഞാൻ വന്നിട്ട് ഒന്നിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്നാ ശരി, ഞാൻ പോവാണേ. ചന്ദ്രനോട് പറഞ്ഞ് റോഡിലിട്ട് ഓട്ടോയും തിരിച്ചെടുത്ത് അലക്സ് വീട്ടിലേക്ക് വിട്ടു. അവൻ എന്താ ചന്ദ്രേട്ടാ, ഓട്ടം നിർത്തി പോയതാണോ? സ്റ്റാൻഡിലെ ബസ് സ്റ്റോപ്പിലിരുന്ന അനീഷ് ചോദ്യവുമായി അരികിലെത്തിയതും ചന്ദ്രേട്ടന്റെ നോട്ടം അവന് നേരെ കൂർത്തു. നിങ്ങളിങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ ചന്ദ്രേട്ടാ, ഞാനൊരു പതിവ് കുശലം ചോദിച്ചതല്ലേ? വിളറിയ ചിരിയോടെ പറഞ്ഞ് തലചൊറിയുന്നവനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ചന്ദ്രൻ. ഇതേപോലൊരു പതിവ് കുശലം നീ സീതയോട് ചോദിച്ചതല്ലേ അലക്സ് നിന്നെ ഒരിക്കൽ കൈവച്ചത്? ചന്ദ്രേട്ടന്റെ ഉറക്കെയുള്ള ചോദ്യത്തിൽ അനീഷിനെ കളിയാക്കും വിധത്തിൽ കൂട്ടച്ചിരി ഉയർന്നു ഓട്ടോ സ്റ്റാൻഡിലാകെ. സീതേച്ചിയോട് ഇവൻ ചോദിച്ചതിൻ്റെ പേര് വേറെയാണ് കേട്ടോ, അല്ലാതെ കുശലാന്വേഷണം എന്നൊന്നും അല്ല. തൻ്റെ ഓട്ടോയിൽ നിന്നിറങ്ങി ബഷീർക്ക കൂടി പറഞ്ഞതും ചമ്മി നാണം കെട്ടൊന്നും മിണ്ടാതെ നിന്നു അനീഷ്. എൻ്റെ പൊന്നനീഷേ, നിന്റെ വേലത്തരങ്ങൾ മറ്റുള്ളവരുടെ അടുത്തെടുക്കും പോലെ അലക്സിന്റെ കുടുംബത്തിലേക്ക് എടുക്കരുത്. എടുത്താൽ മേലും കീഴും നോക്കാതെ പെരുമാറി വിടും അവൻ. അനുഭവം ഉണ്ടല്ലോ അല്ലേ? ഓട്ടോ സ്റ്റാൻഡിലെ അറിയപ്പെടുന്ന പെൺ വിഷയ വിദ്വാനായ അനീഷിനുള്ള താക്കീതായി ചന്ദ്രേട്ടൻ പറഞ്ഞതും വിളറിയവൻ. ഒപ്പം അലക്സിനെ പോലെ ഒരുത്തൻ്റെ വീരവാദങ്ങൾ കേട്ടതിൻ്റെ പകയും ആളി അവന്. നിങ്ങൾ ഇത്രമാത്രം പുകഴ്ത്താൻ ഈ അലക്സ് ആരാ? ഈ നാട്ടിലേക്ക് വന്ന വെറും ഒരു വരത്തൻ. പിന്നെ ഈ അലക്സിന്റെ കുടുംബം എന്ന് പറയുന്നത് മരിച്ചുപോയ മനോജേട്ടന്റെ ഭാര്യ സീതയും മനോജേട്ടന്റെ തന്നെ മകളായ പൊന്നും അല്ലേ? വല്ലവന്റെ ഭാര്യയെ കെട്ടി ആ പെണ്ണിന്റെ കുട്ടിയെയും ചേർത്ത് ഒരുമിച്ച് താമസിക്കുന്നതിനും പേര് കുടുംബം. എനിക്കും പിന്നെ ഈ നാട്ടിലെ പലർക്കും സംശയമുണ്ട്, അവനെ ഒരേ സമയം അമ്മേനെയും മോളെയും വെച്ചോണ്ടിരിക്കുകയാണോ എന്ന്. പെണ്ണും ചെറുതൊന്നും അല്ലല്ലോ, 10-15 വയസ്സുള്ളൊരു തക്കാളി പോലത്തെ കൊച്ചല്ലേ അവള്. ഇവന്റെയൊക്കെ യോഗം അമ്മയും മോളും ഇവന്റെ കീഴിൽ. അനീഷ് പറഞ്ഞു നിർത്തിയതും ചന്ദ്രേട്ടന്റെ കാലവന്റെ നെഞ്ചിൽ പതിഞ്ഞു. തള്ളക്ക് പിറക്കാഴിക പറയുന്നോടം നായേ, നീ കണ്ടും കേട്ടും ശീലിച്ചതും നിനക്ക് പരിചയമുള്ളതുമൊക്കെ നിന്നെ പോലത്തെ ശിഖണ്ഡികളെയാകും. പെണ്ണെന്ന് പറഞ്ഞാൽ പെറ്റ തള്ളയെപ്പോലും വെറും പെണ്ണായി കണ്ട് വികാരം മൂക്കും നിനക്കൊക്കെ. അലക്സ് നല്ലൊരു തള്ളയ്ക്ക് പിറന്നവനാടാ, പെണ്ണിനെ തിരിച്ചറിയുന്നവൻ. നിന്റെയൊക്കെ തോളിൽ കയറ്റി നടന്ന മനോജ് മരിച്ചപ്പോൾ നീയൊക്കെ ചിന്തിച്ചത് സീതയ്ക്ക് എങ്ങനെ അന്തിക്കൂട്ട് കൊടുക്കാമെന്ന് മാത്രം. പക്ഷെ അലക്സ് ഉണ്ടല്ലോ, അവൻ ആദ്യം സ്വീകരിച്ചത് അന്ന് 6 വയസ്സ് കഷ്ടിപ്രായമുള്ള പൊന്നുമോളെയാണ്. അവൾക്ക് അച്ഛനും കൂട്ടുകാരനും ഒക്കെയായി മാറിയതിനു ശേഷമാണ് അവൻ സീതയുടെ ഭർത്താവായത്. അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഒരു കൊച്ചവൻ ഉണ്ടാവാഞ്ഞിട്ടല്ല സീത പിന്നീട് പ്രസവിക്കാത്തത്. അവന് മകളായും മകനായും എല്ലാം പൊന്നൂട്ടി ഒരുത്തി മതിയെന്നവൻ തീരുമാനിച്ചതുകൊണ്ടാണ്. ടാപ്പിംഗ് എടുത്തും പശുവിനെ വളർത്തിയും മിച്ചം വരുന്ന സമയം ഓട്ടോ ഓടിച്ചും അവൻ ഓരോന്നും കരുതുന്നതേ അവൻ്റെ പ്രാണനായ ആ കുട്ടിക്ക് വേണ്ടിയാണ്. അത് കാണുന്ന സ്വപ്നത്തിലേക്ക് അതിനെ എത്തിക്കാനാണ്. എന്നിട്ട് അതിനെയും അവനെയും ചേർത്ത് അനാവശ്യം പറയുന്ന നിന്നെയൊക്കെ പഴുത്ത പട്ടിയെ തല്ലിക്കൊല്ലും പോലെ കൊല്ലണം നായേ. അനീഷിന്റെ ഷർട്ടിന്റെ കോളറിൽ കൂട്ടിപ്പിടിച്ച് ചന്ദ്രേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും അലക്സ് എന്ന മനുഷ്യസ്നേഹിയെ അറിയുന്നവർക്കെല്ലാം അറിയുന്ന പരമാർത്ഥമായതും നാണക്കേടുകൊണ്ട് കുനിഞ്ഞു നിന്നു അനീഷിന്റെ തല അവർക്കിടയിൽ. സന്ധ്യ മയങ്ങി രാത്രി പരന്നു തുടങ്ങിയതും ചന്ദ്രേട്ടൻ ഓട്ടം നിർത്തി വീട്ടിലേക്ക് തിരിച്ചു. അലക്സിന്റെ 2 വീടിനപ്പുറമാണ് ചന്ദ്രേട്ടന്റെ വീട്. ചന്ദ്രേട്ടന്റെ ഭാര്യ ദേവകിയും സീതയും അടുത്ത കൂട്ടുകാരികളാണ്. ഒരു കുടുംബം പോലെ കഴിയുന്നവർ. ദേവകിയും സീതയും ഒരു ഫംഗ്ഷന് പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഓട്ടോ വീട്ടിൽ നിർത്തി ചന്ദ്രേട്ടൻ അലക്സിന്റെ വീട്ടിലേക്ക് മെല്ലെ നടന്നു. വീടിന് കുറച്ചപ്പുറത്തെത്തിയപ്പോഴേ
അകത്തുനിന്ന് പൊന്നൂട്ടിയുടെ ഉയർന്ന ശബ്ദം ചന്ദ്രൻ കേട്ടിരുന്നു. വിടച്ച, വിട് പ്ലീസ്, വേണ്ടച്ച, ഒന്ന് വിട്, കൈയെടുക്ക്. ഉയരുന്ന പൊന്നൂട്ടിയുടെ ശബ്ദവും കേട്ട് അകത്തേക്ക് നടന്ന ചന്ദ്രേട്ടൻ ഒന്ന് നിന്നു. അകത്ത് പൊന്നൂട്ടിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അമർത്തിപ്പിടിച്ചിട്ടുണ്ട് അലക്സ്. പൊന്നൂട്ടിയുടെ വയറിലൂടെ ചുറ്റി അലക്സ് പിടിച്ച കയ്യിൽ തല്ലിയും നുള്ളിയും അവൻ്റെ പിടുത്തം വിടുവിക്കാൻ പരമാവധി നോക്കുന്നുണ്ട് പൊന്നു. ഒന്ന് തിരിഞ്ഞപ്പോഴാണ് അലക്സ് ചന്ദ്രേട്ടനെ കണ്ടത്. അവൻ്റെ മുഖത്തൊരു വിജയച്ചിരി തെളിഞ്ഞു. അപ്പോഴെങ്കിൽ പൊന്നുവിൻ്റെ മുഖം ദയനീയമായി. ചന്ദ്രേട്ടൻ വന്നോ? കറക്റ്റ് സമയത്താ വരവ്. ദേ വന്നിവളുടെ ആ യക്ഷി നഖമുള്ള കൈ രണ്ടും ഒന്ന് പിടിച്ചു വെച്ചേ ചന്ദ്രേട്ടാ, ഞാൻ കുറച്ചു നേരമായി സഹിക്കുന്നു. അലക്സ് പറഞ്ഞത് കേട്ടൊരു ചിരിയോടെ ചന്ദ്രേട്ടൻ പൊന്നുവിൻ്റെ കൈ രണ്ടും മുറുക്കി പിടിച്ചതും അലക്സ് വലം കൈയിലെ കഷായം അവളുടെ വായിലേക്ക് കമിഴ്ത്തി കൂടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. മരുന്ന് അവൾ ഇറക്കിയെന്ന് കണ്ടതും വിജയെപ്പോലെ അലക്സ് ചിരിച്ചു. ചന്ദ്രേട്ടനും അതിൽ പങ്കുകൊണ്ടതും അവരോട് പിണങ്ങി എന്നതുപോലെ പൊന്നു അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രേട്ടനൊരു ചായ എടുക്കാൻ അലക്സ് അടുക്കളയിലേക്ക് നടന്നതും ചന്ദ്രേട്ടൻ പൊന്നുവിൻ്റെ അടുത്തേക്ക് പോയി. എന്തിനാ എൻ്റെ പൊന്നൂട്ടിയെ എന്നും ഈ സമയത്ത് ഈ ഒച്ചപ്പാടും ബഹളവും? മോളുടെ ശരീരം നന്നാവാനും ബുദ്ധി വർദ്ധിക്കാനുമുള്ള കഷായം ഒറ്റ വലിക്ക് കണ്ണടച്ചും കുടിച്ചാൽ പ്രശ്നം തീരില്ലേടോ? ചോദിച്ച് ചന്ദ്രേട്ടൻ അവളുടെ അടുത്തിരുന്നതും പൊന്നു അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. വഴക്ക് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ചന്ദ്രമാമ. മരുന്ന് കുടിക്കാൻ ഞാൻ മടി കാണിച്ചാൽ എൻ്റെ അച്ഛൻ എന്നെ കൊഞ്ചിക്കും ലാളിക്കും. ആ നെഞ്ചോരം ചേർത്ത് നിർത്തും. എനിക്കതെല്ലാം എന്തോരം ഇഷ്ടമാണെന്നോ. ഞാൻ വലിയ കുട്ടിയായെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ പഴയ പോലെ കൊഞ്ചിക്കുന്നില്ല. അതിന് ഞാൻ കണ്ടെത്തിയ സൂത്രാണിത്. എനിക്കെൻ്റെ അച്ഛനെ അത്രയും ഇഷ്ടമാവേ. എൻ്റെ പൊന്നച്ഛനാത്. കണ്ട് നിറചിരിയുമായി പറയുന്നവളെ നിറഞ്ഞ മനസ്സോടെ നോക്കിയിരുന്നു ചന്ദ്രേട്ടൻ. തങ്ങൾക്ക് പുറകിൽ പൊന്നുവിൻ്റെ വാക്കുകൾ കേട്ട് കണ്ണു തുടയ്ക്കുന്ന അലക്സിനെയും അയാൾ കാണുന്നുണ്ട്. രക്തബന്ധമില്ലാതെ കർമ്മബന്ധം കൊണ്ട് മാത്രം പരസ്പരം കൂട്ടിച്ചേർക്കപ്പെട്ട ഒരച്ഛനും മകളും. അവരെ ജീവിക്കട്ടെ സന്തോഷമായി. അനീഷിനെ പോലുള്ളവരുടെ പുഴുക്കുത്തേൽക്കാതെ സന്തോഷമായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.